ഇതിനുമായി ബന്ധപ്പെട്ടുള്ള കുറെ ആളുകളുണ്ടാകും. ഇത് എപ്പോഴും ഇതുപോലുള്ള ഓഫീസർമാർ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടാകുന്നില്ല, ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ ചാരായ കേസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും പിടിച്ചിട്ട് പോകാറുണ്ട്, അതിനൊക്കെ സ്പീഡിൽ ആളുകൾ പുറത്തു വരാറുണ്ട്, വീണ്ടും അവർ ആരംഭിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇവർക്കറിയാം ഇതാണ് ചെയ്യുന്നതെന്നറിയാം, എങ്കിൽ പോലും അതിനെക്കുറിച്ച് വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്. പോലീസിന്റെ അങ്ങനെയുള്ള അധികാരികളുടെ സപ്പോർട്ട് ഉത്തരവാദിത്തക്കുറവ് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട ഇതിനകത്ത്. കാരണം ഈ പിടിക്കുന്ന ആൾ വീണ്ടും അത് ചെയ്യുമ്പോൾ നമ്മളറിയേണ്ടത് ഇവരെ പിടിച്ചുകൊണ്ട് പോയാൽ അവർക്കറിയാം ഇന്ന ചെയ്യുന്നത്, വീണ്ടും ഉടനെ തന്നെ അതിന്റെ ശ്രദ്ധയൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഒരു 6 മാസം 8 മാസം കഴിയുമ്പോൾ ഏതാണ്ട് ഒരു വഴിപാടിന് പിടിക്കുന്നവർ പിടിക്കും, പിന്നെയും പുറത്തേക്ക് വിടും. അവർ വീണ്ടും പിറ്റേന്ന് തന്നെ അവിടുന്ന് അതിനുള്ള സാധന സാമഗ്രികളായിട്ട് വന്ന് തുടങ്ങുന്ന അവസ്ഥയാണുള്ളത്. ഈ കേട്ടതാണ് വാസ്തവം. സമൂഹത്തോട് കൂറുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പിടിച്ച മയക്കുമരുന്ന് ഇടപാടുകാരായ പ്രതികൾ നിയമപ്പഴുതുകളിലൂടെ അവർക്ക് മുന്നിലൂടെ തന്നെ ഇറങ്ങിപ്പോകും. പാടുപെട്ടു പിടിച്ചുകൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന് പിന്നെ എന്താണ് വരാനിരിക്കുന്നതെന്ന് പറയാനാവില്ല. രാജ്യാന്തരമായ ഒരു വൻ ശൃംഖല തന്നെ ഇതിനു പിന്നിലുണ്ട്. നമുക്ക് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വിഫു മുഖേനയാണ് ഇത് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ ലേബലും മറ്റും നോക്കുമ്പോൾ ബോംബെ ഡൽഹി ബേസ് ചെയ്താണ് ലഭിക്കുന്നത്. ആ ലേബലുകൾ കറക്റ്റ് ആയിരിക്കണമെന്ന് തന്നെ ഇല്ല, ചിലപ്പോൾ വ്യാജമായിട്ടുണ്ടായിരിക്കും. അതായത് ആ ഒരു മെഡിസിനൽ ഫീൽഡിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ലഭ്യമാകുന്നത്. കേരളത്തിലെ പ്രൊഡക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ഡൽഹി, അതിലും ബോംബെ അതുപോലെ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കമ്പനികൾ ഉണ്ടാക്കി അവിടെയുള്ള ഏതെങ്കിലും എംപ്ലോയീസിന് സ്വാധീനിച്ച് ഇല്ലിസിറ്റ് മാനം കൂടുതൽ ലാഭം കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇവർ ഹോൾസെയിലായിട്ട് എടുത്തുകൊണ്ട് വരാനാണ് ഇതിലൊരു സാധ്യത കാണുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ വിഫുവിനെ കൂടെ കസ്റ്റഡിയിൽ കിട്ടിയെങ്കിൽ മാത്രമേ കൂടുതലായി നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇവർ കൂടുതൽ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ട്രെയിൻ മാർഗവും മറ്റുമാണ്. ഈ ട്രെയിൻ മാർഗം മറ്റേ AC കമ്പാർട്ട്മെന്റുകളിലും മറ്റും കയറി ഇത്തരം മെഡിസിൻസുമായിട്ട് ഇരിക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു കൺസീൽ ചെയ്ത ഒരു ബോക്സിനകത്ത് തന്നെ ധാരാളം കൊണ്ടുവരാം. എന്നിട്ട് ഈ എല്ലാ ബോക്സുകളും തുറന്ന് നോക്കുക എന്നുള്ളതൊരു ശ്രമകരമായിട്ടുള്ളൊരു പ്രവൃത്തി. അതൊരു നോർമൽ കോഴ്സിൽ അത് കണ്ടെത്താൻ വളരെ പ്രയാസകരമായിരുന്നു. അത് വളരെ ആയാസകരമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഇവരെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന പ്രതികൾ ചെയ്യുന്നൊരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മുൻപരിചയമുള്ള ഒരാൾ മുഖേന വന്നെങ്കിൽ മാത്രമേ ഇവരിത് കൊടുക്കുകയുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു യൂസേഴ്സിന്റെ ഫോൺ കോൾ കിട്ടിയെങ്കിൽ മാത്രമേ ഇവർക്ക് കൊടുക്കുകയുള്ളൂ. ആ ഒരു രീതിയിലാണ് ഒരിക്കലും ഇത് പിടിക്കപ്പെടാതെ. എന്നാൽ ഇവരുടെ ഫോൺ നമ്പറുകളോ പരിചയങ്ങളോ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് ഫലമുണ്ടാവില്ലേ എന്ന് സാധാരണക്കാർക്ക് തോന്നിയേക്കാം. മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത്തരമൊരു അന്വേഷണത്തിന് പോലും ഒരന്തവും ഉണ്ടാവില്ല എന്നാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ചെന്നെത്തുന്നത് ഈ ഹരിപ്പാടും കടന്ന് കേരളവും കടന്ന് ഇന്ത്യക്കപ്പുറത്ത് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് മേഖല എന്ന കൊമ്പൻ സ്രാവുകൾ വാഴുന്ന മഹാസമുദ്രത്തിലായിരിക്കും. ഓഹരി കമ്പോളത്തിലും ആഗോള വാണിജ്യ വ്യവസായ രംഗത്തും വിഹരിക്കുന്ന വിവിധ രാജ്യക്കാർ ഉൾപ്പെടുന്ന ഒരു മൾട്ടിനാഷണൽ മാഫിയ. ലോക ഉപഭോഗ കമ്പോളവും എണ്ണ വ്യാപാരവും ആയുധ കച്ചവടവും കൈകാര്യം ചെയ്യുന്ന, എന്തിന് തീവ്രവാദ പ്രവർത്തനം വരെ നടത്തിക്കൊണ്ടുപോകുന്ന ഈ ആഗോള ഭീമന്മാരുടെ കയ്യിലെ പാവകളാണ് പ്രത്യേകിച്ച് 3ാം ലോക രാജ്യങ്ങളിലെ പല ഭരണാധികാരികളും പല രാഷ്ട്രീയ സംവിധാനങ്ങളും. മയക്കുമരുന്ന് മാഫിയയെ പിടികൂടുന്നതിനേക്കാൾ എളുപ്പം വിഭുവിനെ പോലെ ഇതിന് പ്രചാരകരായി എത്തുന്നവരെ പിടികൂടി പരമാവധി ശിക്ഷ കൊടുക്കുക, അവർ ജാമ്യം നേടി രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക, കഴിയുന്നതും വിപണനത്തിനെത്തുന്ന മയക്കുമരുന്നുകൾ കൈയോടെ പിടികൂടി നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാവും. ഇതിൽ അവസാനം പറഞ്ഞ കാര്യമാണ് ഈ ഹരിപ്പാട്ട് നടന്നിരിക്കുന്നത്. അതത്രയും ആശ്വാസം. വിഭു എന്ന വക്കീൽ വഴി ഉഷയും ശിവജിയും ഈ വീടിന്റെ പുരയിടത്തിൽ കുഴിച്ചിട്ട ലക്ഷങ്ങളുടെ മയക്കുമരുന്നാണ് ഈ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കണ്ടെടുക്കപ്പെട്ടത്. ഹരിപ്പാട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മയക്കുമരുന്നിന്റെ ഒരു വ്യാപാരത്തെ കുറിച്ച് നമുക്ക് അറിവുകളൊന്നും ഇല്ലായിരുന്നു. എങ്കിൽ തന്നെ ഏകദേശം ഒരു 4 മാസത്തിന് മുമ്പ് ഈ ഒരു വീട്, ആ വീട് കേന്ദ്രീകരിച്ച് എന്തൊക്കെയോ ഇല്ലിസിറ്റ് ആയിട്ടുള്ള പരിപാടിയൊക്കെ നടക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുപരമായിട്ട് ഏകദേശം ഒരു 4 മാസത്തോളം നമ്മുടെ സ്റ്റാഫിനെയും നമ്മളവിടെ രഹസ്യമായിട്ട് വിവരശേഖരണം നടത്തുകയും അവിടെ വരുന്ന ആൾക്കാരെയും മറ്റും നിരീക്ഷിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി ഈ 2/7/2011 വൈകിട്ട് ഈ വീട്ടിൽ എന്തോ അനധികൃതമായിട്ടുള്ള ഒരു സാധനം എത്തിയെന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുകയും നമ്മൾ പെട്ടെന്ന് തന്നെ ഈ വീട് പരിശോധിക്കുമ്പോൾ ഈ വീട്ടിലെ ഒരു വീട്ടമ്മ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന്
916 ആംബ്യൂളുകൾ, അതായത് മാരകമായിട്ടുള്ള മയക്കുമരുന്ന് ബ്യൂപ്രിനോർഫിൻ, ഡൈസിപ്പാം ഇനത്തിൽപ്പെട്ട മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്യൂപ്രിനോർഫിൻ, ഡൈസിപ്പാം എന്നീ മരുന്നുകൾ ശക്തമായ അഡിക്ഷൻ ഉണ്ടാക്കുന്നവയാണ്. ശക്തമായ അഡിക്ഷൻ ഉണ്ടാക്കുന്ന മയക്കുമരുന്നുകളാണ്. അതായത് ഇവ ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുകയും അവസാനം ഇത് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറുകയും ചെയ്യും. ആദ്യമായി നമ്മളുടെ അന്വേഷണം മനസ്സിലായി ഇത്തരം മയക്കുമരുന്ന് ഫ്രീ ആയിട്ട് ഇവർക്ക് നൽകുകയും പിന്നീട് വളരെ ഈ മയക്കുമരുന്നിന്റെ ഈ ലഹരി പദാർത്ഥത്തിന്റെ ഒരു അഡിക്ഷനിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇവർ വലിയ തുക നൽകി ഈ മയക്കുമരുന്ന് കൈപ്പറ്റുകയും ചെയ്യുകയായിരുന്നു. ഇതിന്റെ ഒരു അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല, നോർമൽ രീതിയിൽ സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഈവൻ മരണം പോലും ഇതെത്തപ്പെടുന്നു. ആംബ്യൂളുകൾ ഇവ ഓരോന്നും ഹരിപ്പാട്ടും പരിസരത്തുമുള്ള കോളേജ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും നിത്യമായ നരകത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി വന്നെത്തിയതാണ്. ഇനിയും കണ്ടേക്കുമെന്ന കണക്കുകൂട്ടലിൽ പോലീസുകാർ വീണ്ടും കിളച്ചുകൊണ്ടിരുന്നു. ഇനിയുമുണ്ട് എന്നോ ഇല്ല എന്നോ പറയില്ലെന്നോ പറയേണ്ട കാര്യമില്ലെന്ന മട്ടിൽ ഉഷ എന്ന വീട്ടമ്മ നിന്നു. അകത്ത് പോയാലും പുഷ്പം പോലെ ഇറക്കാൻ ആളുണ്ടെന്ന ധാർഷ്ട്യമാണോ ഉള്ളിൽ? വീട്ടുമുറ്റത്ത് പൂക്കളം തീർത്ത ആംബ്യൂളുകൾ കാണാൻ നാളെയുടെ മുഖങ്ങൾ തിക്കിത്തിരക്കി. ഇവർ നാളെ ഇതിനിരകളാവുമോ? അതോ ഉഷയെ പോലെ, ശിവജിയെ പോലെ, അഡ്വക്കേറ്റ് വിഭുവിനെ പോലെ ഇരപിടുത്തക്കാരാവുമോ? രണ്ടും സംഭവിക്കാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഇവനെ ശ്രദ്ധിക്കുക. കണ്ടുകിട്ടിയാൽ തല്ലിക്കൊല്ലരുത്. നമ്മൾ ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാരാണ്. നിയമം നമുക്ക് പാലിക്കാനുള്ളതാണ്. പണമുണ്ടാക്കാൻ, കൂടുതൽ പണം കൂട്ടിക്കൂട്ടി വയ്ക്കാൻ, മനുഷ്യരാശിയുടെ തലമുറകളുടെ കൈഞ്ഞരമ്പിലേക്ക് മാരക വിഷം കുത്തിയിറക്കുന്ന വമ്പന്മാരിൽ ഇവനെയെങ്കിലും കിട്ടിയാൽ കൈയോടെ പിടിച്ച് പോലീസിലേൽപ്പിക്കാൻ ഇതൊരു ലുക്കൌട്ട് നോട്ടീസായി കരുതുക. ചാടിപ്പോയിട്ട് കാലങ്ങളായിട്ടും പോലീസ് വകുപ്പ് ഇനിയും ഇറക്കാത്ത, അതുകൊണ്ട് മാത്രം പോലീസ് ഫയലിന് ഖേദപൂർവ്വം ഇറക്കേണ്ടി വരുന്ന ലുക്കൌട്ട് നോട്ടീസ്. പോലീസ് ഫയൽ. തെളിയിക്കപ്പെടേണ്ട സത്യങ്ങളുണ്ടെങ്കിൽ, നിയമം കാണാതെ പോകുന്ന അനീതികളുണ്ടെങ്കിൽ അവ പൊതുജനം അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അറിയിക്കുക. പ്രൊഡ്യൂസർ, പോലീസ് ഫയൽ, ജീവൻ TV,